പ്രവർത്തനം 1 വായിക്കാം എഴുതാമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട മാളു, നിനക്ക് സുഖമല്ലേ? ഒരു വിശേഷം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞാൻ ഇന്നലെ അമ്മയോടൊപ്പം പുനലൂരിലെ നാളം ക്ലബിന്റെ വാർഷികാഘോഷം കാണാൻ പോയി. നാടകം, ഒപ്പന, തിരുവാതിര, നാടൻപാട്ട്, മാർഗംകളി എന്നിങ്ങനെ ധാരാളം കലാപരിപാടികൾ കണ്ടു. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുവാതിരയാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും കുറെ അമ്മമാരാണ് തിരുവാതിര കളിച്ചത്. തിരുവാതിര വേഷത്തിൽ അവരെ കാണാൻ എന്തു ഭംഗിയായിരുന്നെന്നോ. മുണ്ടും വേഷ്ടിയുമാണ് അതെന്ന് അമ്മ പറഞ്ഞു തന്നു. തലയിൽ ദശപുഷ്പവും ചൂടിയിരുന്നു. തിരുവാതിരയുടെ മധുര സംഗീതം ആരുടെയും മനം കവരും. പാട്ടിന്റെ താളത്തിനനുസരിച്ച് കളിയുടെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും. എനിക്കും ഇത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇത്തവണ സ്കൂൾ വാർഷികത്തിന് നമുക്കും തിരുവാതിര കളിക്കണം. നീയും കൂടില്ലേ? അപ്പോൾ ഈ ഒരു ലെറ്ററിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ക്ലബിന്റെ വാർഷികാഘോഷ പരിപാടികളിൽ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ആൻസർ തിരുവാതിര. മധുര സംഗീതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേൾക്കാൻ ഇമ്പമുള്ള പാട്ടാണ് ഉത്തരം. മുണ്ടും വേഷ്ടിയും എന്ന് കത്തിൽ സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? തിരുവാതിര വേഷമാണ് ആൻസർ. കളി കാണികൾ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? ഭംഗിയുള്ള വേഷം, ഇമ്പമാർന്ന പാട്ട്, കൂട്ടം ചേർന്ന കളി. ഇവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലബിന്റെ വാർഷികാഘോഷത്തിന് ശേഷം കുഞ്ഞാറ്റ എടുത്ത തീരുമാനം എന്ത്? തിരുവാതിര കളിക്കണം. വായിക്കാം എഴുതാം എന്നുള്ളതിന്റെ സെക്കൻഡ് ആക്ടിവിറ്റിയാണ് കൂ കൂ. കൂമന്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടി ഉണർന്നത്. അമ്മക്കിളി നല്ല ഉറക്കത്തിലാണ്. അവൾ കൂടിന്റെ വാതിൽക്കൽ വന്നിരുന്ന് പുറത്തേക്ക് നോക്കി. ഹായ്, നല്ല നിലാവ്. പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ. തൊട്ടടുത്ത പാടത്തിനരികിലൂടെ ഒഴുകുന്ന പുഴ. വെള്ളം പളുങ്കുമണികൾ പോലെ. തെങ്ങോലകൾ കാറ്റ് തിളകിയാടുന്നു. ഏതു നേരത്താണ് ഇതൊക്കെ കാണാൻ കൂടുതൽ ഭംഗി? കുഞ്ഞിക്കുരുവി ചിന്തിച്ചു. ഇതൊക്കെ കാണാൻ ഏറെ ചന്തം നിലാവുള്ള രാത്രിയിൽ തന്നെ. കുഞ്ഞിക്കുരുവി ഞെട്ടി ഉണർന്നതിന്റെ കാരണം എന്താണ്? കൂമന്റെ നീട്ടിയുള്ള കൂവൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടി ഉണർന്നത്. നിലാവ് കണ്ടിട്ട് കുഞ്ഞിക്കുരുവിക്ക് എന്താണ് തോന്നിയത്? പാൽപാത്രം തട്ടി മറിഞ്ഞതുപോലെയാണ് തോന്നിയത്. തന്റെ പരിസരം കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം ഏതാണെന്നാണ് കുഞ്ഞിക്കുരുവി ചിന്തിച്ചത്. നിലാവുള്ള രാത്രിയിൽ. ഭംഗി എന്നർത്ഥം വരുന്ന മറ്റൊരു പദം ചന്തം. കഥയ്ക്കൊരു തലക്കെട്ട് എഴുതുക. നിലാവുള്ള രാത്രി. ഇപ്രകാരം പാസേജ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന്റെ ആൻസർ കണ്ടെത്താനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ആദ്യ ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലഹാരപ്പൊതി എന്ന പാഠഭാഗത്തിന്റെ പകുതി ഭാഗമാണ് ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ബാക്കി ഭാഗം നോക്കാം. കത്തെഴുതാനായിട്ടാണ് ആദ്യ ആക്ടിവിറ്റി. കത്തിന്റെ പ്ലേസും വേണം, ഡേറ്റ് വേണം, അതുപോലെ തന്നെ ഒരു സല്യൂട്ടേഷൻ വേണം. അവസാന ഭാഗത്ത് ആരാണ് എഴുതിയെന്നുള്ളത് വേണം. ഇവിടെ ഉപേക്ഷിച്ച കളിപ്പാട്ടം, ഉപേക്ഷിച്ച ടോയ് കാർ കുട്ടിക്ക് എഴുതുന്ന കത്താണ്. പ്രിയപ്പെട്ട അമ്മുവിന്, ഞാൻ നിന്റെ പ്രിയപ്പെട്ട ടോയ് കാർ. നിനക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ടയർ ഇളകി പോയപ്പോൾ നീ എന്നെ പുറത്തേക്ക് എറിഞ്ഞു. മഴ പെയ്തപ്പോൾ ഞാൻ ഒഴുകി പുഴയിലെത്തി. അവിടെ നിന്നും ഒഴുകി ഒഴുകി കടലിലും എത്തി. ആഹാരമാണെന്നോർത്ത് എന്നെ ഒരു വലിയ മീൻ വിഴുങ്ങി. പാവം, അതിനറിയില്ലല്ലോ ഞാൻ പ്ലാസ്റ്റിക് കാറാണെന്ന്. ഭക്ഷണം പോലും കഴിക്കാനാവാതെ, ശ്വാസം എടുക്കാൻ കഴിയാതെ മീൻ മരിക്കാറായ അവസ്ഥയിലാണ്. ആരാണ് മീനിന്റെ അവസ്ഥയ്ക്ക് കാരണം? അമ്മു ചെയ്ത തെറ്റുകൊണ്ട് മീൻ അപകടത്തിലായി. ഇനി ആരും പ്ലാസ്റ്റിക് പുറത്തേക്ക് വലിച്ചെറിയരുത്. ഹരിത കർമ്മസേനയ്ക്ക് കൈമാറണം. ഭൂമിയെ സ്വർഗമാക്കണം എന്ന് സ്നേഹത്തോടെ ഉപേക്ഷിച്ച ടോയ് കാർ. അടുത്ത പോസ്റ്ററാണ്. ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടും ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടും പോസ്റ്റർ എഴുതാനായിട്ട് ആ പാഠത്തിലുണ്ട്. വൃത്തി നമുക്കൊരു ശീലമാക്കാം. ഭൂമിയെ സംരക്ഷിക്കാം, സ്വയം രക്ഷിക്കാം. വ്യക്തി ശുചിത്വം ജീവിതത്തിന്റെ ഭാഗമാക്കൂ. വൃത്തിയുള്ള വീട്, സ്കൂൾ, സമൂഹം എന്റെ ഉത്തരവാദിത്തം. മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുക, പുറത്തേക്ക് വലിച്ചെറിയരുത്. ആഹാരം അമൂല്യമാണ്. ഭക്ഷണം പാഴാക്കരുത്, പങ്കുവയ്ക്കുക. വിശന്നിരിക്കുന്നവർ അനേകമുണ്ട്. ഭക്ഷണം ആവശ്യത്തിന് മാത്രം എടുക്കുക. ബാക്കിയായ ഭക്ഷണം തള്ളിക്കളയുമ്പോൾ ഓർക്കുക, ഇനിയും ഒരുപാട് ജനങ്ങൾ ഭക്ഷിക്കാനുണ്ടെന്ന്. മീനുന്റെ സ്കൂളിൽ വിമല വിദ്യാലയ നിയമാവലി പ്രകാശനം ചെയ്തു. അതിലുണ്ടാകാനിടയുള്ള നിർദ്ദേശങ്ങൾ. ആരും ഭക്ഷണം പാഴാക്കരുത്. ഭക്ഷണം ആവശ്യത്തിന് മാത്രം വാങ്ങുക. ഭക്ഷണ അവശിഷ്ടങ്ങൾ വലിച്ചെറിയരുത്. അതിനുള്ള ബിന്നിൽ നിക്ഷേപിക്കുക. മാലിന്യങ്ങൾ വേസ്റ്റ് ബോക്സിൽ ഇടുക. ക്ലാസ് റൂം വൃത്തിയായി സൂക്ഷിക്കുക. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മിഠായി കവറുകൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ അജൈവ മാലിന്യം നിക്ഷേപിക്കുന്ന ബോക്സിൽ മാത്രം നിക്ഷേപിക്കുക. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. പലഹാരപ്പൊതി എന്ന് പറയുന്ന യൂണിറ്റിൽ ഹരിതകർമ്മസേനയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അവർ സ്കൂളിൽ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ടും ഒരു ചോദ്യാവലി തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു ചോദ്യാവലിയാണ് കൂടുതൽ കൂട്ടിച്ചേർക്കുക. അതുപോലെ തന്നെ ഹരിതകർമ്മസേന എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് കളക്ട് ചെയ്യുന്നതെന്ന് കുട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാവണം. അപ്പോൾ അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് പലഹാര കൊതിയന്മാർ എന്ന് പറയുന്ന ഭാഗത്ത് ചോണനും മണിയനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഇവർ അപ്പാണ്ടത്തിന് പോകുന്ന വഴിക്കുള്ള ഒരു സംഭാഷണമാണ്. മണിയൻ: ചോണ നിൽക്കൂ, ഞാനുമുണ്ട്. ചോണൻ: വേഗം വാ, അല്ലെങ്കിൽ അപ്പാണ്യം കഴിയും. മണിയൻ: അവിടെ എന്തൊക്കെ വിഭവങ്ങൾ കാണും? ചോണൻ: പലതരം അലുവകൾ, ദോശ, വടകൾ, ഉപ്പേരി, അങ്ങനെ നിരവധി വിഭവങ്ങൾ കാണും. മണിയൻ: കേട്ടിട്ട് കൊതിയാകുന്നു. നമുക്ക് കുറെ പലഹാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം, കുറച്ച് കൂട്ടുകാർക്കും കൊടുക്കാം. ചോണൻ: എങ്കിൽ നമുക്ക് വേഗം നടക്കാം. ഫസ്റ്റ് ടൈമിൽ ഈ ഭാഗത്തു നിന്ന് ഒരു ഡയറി എഴുതാനായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യവും ചിലപ്പോൾ അവിടെ നിന്നൊരു ആക്ടിവിറ്റി ചോദിച്ചേക്കാം. ഭക്ഷ്യമേലയുടെ പ്രചാരണമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് ആ ഭാഗത്തിലുണ്ട്. അതാണ് ഈ ആക്ടിവിറ്റി. നെക്സ്റ്റ് മനുഷ്യന്റെ കൈകൾ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് പലതരം തൊഴിലുകൾ, അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്ന വാക്കുകൾ, ചൊല്ലുകൾ എന്നിവയൊക്കെയാണ്. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാക്കുകൾ നിലവിലുണ്ട്, അത് എഴുതുക. അതുപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട 2 ചൊല്ലുകൾ എഴുതുക. തന്നിരിക്കുന്ന പദങ്ങളെ അക്ഷരമാലാ ക്രമത്തിൽ എഴുതുക. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വാക്കുകളുണ്ട്. കന്ന് പൂട്ടുക, കട്ടയുടയ്ക്കുക, വിത്തെറിയുക, ഞാറ് നടുക, കള പറിക്കുക, വളം ചേർക്കുക, കൊയ്യുക, മെതിക്കുക. അതുപോലെ തന്നെ നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ട പണിയുപകരണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. കൃഷിച്ചൊല്ലുകൾ: മുളയിൽ അറിയാൻ വിള, അടുത്തു നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്, വിത്താഴം ചെന്നാൽ പത്തായം നിറയും, ഞാറില്ലെങ്കിൽ ചോറില്ല. അക്ഷരമാലാക്രമത്തിൽ നേരത്തെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത്. അപ്പോൾ കതിര്, നിറവ്, പതിര്, പാടം, വിളവ്, ഇതാണ് ഇപ്പോൾ ഇതിന്റെ ആൻസർ. ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എഴുതേണ്ടത്. ഒരേപോലുള്ള അക്ഷരങ്ങൾ കൊണ്ട് ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ചിഹ്നത്തിന്റെ ആ ഒരു ഓർഡർ നോക്കിയിട്ട് വേണം എഴുതാൻ. അടുക്കള എന്ന് പറയുന്ന മറ്റൊരു തൊഴിലിടമാണ്. ഭക്ഷണം പാകം ചെയ്യാനുള്ള മുറിയാണ് അടുക്കള. ഭക്ഷണം കഴിക്കാനും പാത്രം കഴുകാനും ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാനുമുള്ള ഇടം കൂടിയാണ് അടുക്കള. അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ: പാത്രം കഴുകുക, കറിക്കരിയുക, തേങ്ങ ചുരണ്ടുക, തീ കത്തിക്കുക, അരി വാർക്കുക, മീൻ കഴുകുക, കറി വയ്ക്കുക, ആഹാരം വിളമ്പുക, ചോറ് വേവിക്കുക, ചോറും കറിയും, ഉപ്പും മുളകും, എരിവും പുളിയും, വേവും ചൂടും, കയ്പും മധുരവും. ഇങ്ങനെ അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വാക്കുകളുണ്ട്, അടുക്കള ഉപകരണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റു തൊഴിലിടങ്ങളെ കുറിച്ചും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും അങ്ങനെ ഒരെണ്ണം എക്സാമിന് ചോദിക്കാം. വീടുപണിയുമായി ബന്ധമുള്ള വാക്കുകൾ: വാനം മാന്തുക, തറകെട്ടൽ, കട്ടിള വയ്ക്കൽ, വാർക്ക, ഓട് മേയുക, ഷീറ്റിടൽ, ഭിത്തികെട്ടൽ, ടേപ്പ്, ടൈലിടൽ, പെയിന്റ് അടിക്കൽ, വയറിംഗ്, പ്ലംബിംഗ്, പൂന്തോട്ട നിർമ്മാണം. മനുഷ്യന്റെ കൈകളിലെ ലാസ്റ്റ് ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്ന കളികളെ കുറിച്ചാണ്. അപ്പോൾ ഒരു കളി അനുഭവം എഴുതാനായിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അതിന്റെ പകുതി ഭാഗം വരെയാണ് ക്രിസ്മസ് എക്സാമിനുള്ളത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വേനൽ അനുഭവക്കുറിപ്പ്: കഴിഞ്ഞ വേനൽക്കാലത്തെ ഒരു ദിവസം. അതികഠിനമായ ചൂട്. ഒരു കാറ്റ് പോലും വീശുന്നില്ല. മരങ്ങളും ചെടികളും എല്ലാം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ 2 കിളികൾ എന്തോ തിരഞ്ഞു പറന്നു വന്നു. അവർ വെള്ളമാണ് തിരയുന്നത് എന്നെനിക്ക് തോന്നി. ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്ത് മരച്ചുവട്ടിൽ വെച്ചു കൊടുത്തു. ഞാൻ മാറി നിന്ന് നോക്കി. കിളികൾ ആർത്തിയോടെ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അവർ വെള്ളം കുടിച്ചു പറന്നുപോയി. അവരെ സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അന്നു മുതൽ എന്നും ജീവികൾക്കായി ഒരു പാത്രം വെള്ളം ഞാൻ ഒരുക്കി വെക്കുന്നു. വേനലിന്റെ തീവ്രതയെക്കുറിച്ചും വേനൽ മൂലം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ആ പാഠഭാഗത്തിൽ വരുന്നുണ്ട്. ജലദൗർലഭ്യം ഉണ്ടാവുക, ജീവികളും മനുഷ്യരുമൊക്കെയും ജലം കിട്ടാതെ പ്രയാസപ്പെടുന്നു. അതുപോലെ തന്നെ കൃഷി ഇല്ലാതെയാകുന്നു, ഭൂമി വരണ്ടുണങ്ങുന്നു, ചെടികളും മരങ്ങളും ഒക്കെ ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ വരണ്ട കാറ്റ് വീശുന്നു. അതുപോലെ ധാരാളം പ്രശ്നങ്ങൾ സൂചിപ്പിക്കാം. നിങ്ങൾ കണ്ട മഴക്കാഴ്ചകൾ എന്തെല്ലാമാണ്? മഴയിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതി, കാറ്റിലാടുന്ന വൃക്ഷതലപ്പുകളും പൂക്കളും, പെയ്തൊഴിഞ്ഞ കറമേഘങ്ങൾക്കിടയിലൂടെ തിളങ്ങുന്ന വെയിൽ നാളങ്ങൾ, ഇടയ്ക്കെത്തുന്ന 7 നിറമുള്ള മഴവില്ല്, ഇലകളിലെ വെള്ളത്തുള്ളികളിൽ തട്ടി തിളങ്ങുന്ന സൂര്യൻ, മരങ്ങളിൽ ഇരിക്കുന്ന കിളികൾ ചിറകിലെ വെള്ളം തട്ടിത്തെറിപ്പിച്ച് ചിറകുണക്കുന്നു. മഴയുടെ ആരവവും മഴ പെയ്യുമ്പോഴുള്ള പുതുമണ്ണിന്റെ ഗന്ധവും മനോഹരമാണ്. ഓരോ മഴയും സമ്മാനിക്കുന്ന ഓരോ കാഴ്ചകളാണ്. അടുത്ത മരുന്ന് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റിയാണ്. തേനീച്ച നന്ദേറവട്ടത്തിന്റെ മൊട്ട് കൊണ്ടുവന്നു. കരിനൊച്ചിയില കൊണ്ടുവന്ന ഈച്ചയാണ്. വൈദ്യർ മരുന്നുണ്ടാക്കി. സുന്ദരിമുല്ലയെ കൂട്ടുകാർ സഹായിച്ച നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ എന്തെങ്കിലും സഹായിച്ച അനുഭവം നിങ്ങൾക്കുണ്ടോ?
ഒരു ദിവസം ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. സ്കൂളിന്റെ ഗേറ്റ് കടന്ന് എന്റെ ക്ലാസ്സിനെ ലക്ഷ്യമാക്കി ഞാൻ നടക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ മുന്നിൽ പോയ കൂട്ടുകാരൻ തട്ടി വീണത്. അവന്റെ കാൽ മുറിഞ്ഞ കാലിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. അവൻ കരയാൻ തുടങ്ങി. ഞാൻ അവനെ പൈപ്പിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ചോരയൊക്കെ കഴുകിക്കളഞ്ഞു. എന്നിട്ട് ടീച്ചറുടെ അടുത്തെത്തി. ടീച്ചർ അവനെ ആശ്വസിപ്പിക്കുകയും മുറിവിൽ മരുന്ന് വെച്ച് കെട്ടുകയും ചെയ്തു. അതിനുശേഷം അവനെയും കൂട്ടി ഞാൻ ക്ലാസ്സിലെത്തി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവന്റെ വേദനയൊക്കെ കുറഞ്ഞ് അവൻ ചിരിച്ചു. അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച കഥയും അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ളവർ സഹായിച്ച ഒരു അനുഭവക്കുറിപ്പ് എഴുതാനായിട്ട് പാഠഭാഗത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം പഠിച്ചു വെക്കാം. ഡയറി എന്ന് പറയുന്ന വ്യവഹാര രൂപമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉണ്ണിക്കുട്ടൻ ആ വിചിത്ര ജീവികളെ കണ്ട സമയത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ടൈമിൽ ഈ ഭാഗം ക്വസ്റ്റ്യൻ വരുമോ എന്നറിയില്ല. എങ്കിലും ഡയറി എന്ന് പറയുന്ന ഡിസ്കോഴ്സ് നമുക്ക് പഠിച്ചു വെക്കാം. ഡയറി എഴുതുമ്പോൾ ഡേറ്റും ദിവസവും ഉൾപ്പെടുത്തിയിരിക്കണം. ഇന്ന് ഞാൻ തീവണ്ടിയിൽ വെച്ച് 2 വിചിത്ര രൂപികളെ കണ്ടു. ഉണ്ടക്കണ്ണും വലിയ ചെവികളും വാലും ഒക്കെ അവർക്കുണ്ട്. അത് കണ്ടപ്പോൾ ചീത്ത കുട്ടികളെയും വികൃതി കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോകുന്ന മാണ്ടായിയാണെന്ന് ഞാൻ ഓർത്തു. പക്ഷെ അവർ മാണ്ടായികളല്ലായിരുന്നു. ദൂരെയുള്ള ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നവരായിരുന്നു അവർ. ഞാൻ അവർക്ക് കോഴിക്കോട്ട് അങ്ങാടിയിലെ ഒരു മുടി വെട്ടുന്ന കട കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ മുടി വെട്ടുകാരന്റെ അടുത്തെത്തിയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ ആവോ. വരികൾ കൂട്ടിച്ചേർത്തെഴുതാൻ മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആക്ടിവിറ്റി ആണ്. ഞാനൊരു കുഞ്ഞു കിളിയായെങ്കിൽ വർണ്ണച്ചിറകു വിരിച്ചിട്ടങ്ങനെ മലയുടെ മുകളിൽ പുഴയുടെ മുകളിൽ പാറി നടന്നേനെ. അതുപോലെ തന്നെ എഴുതിയ ലൈനാണ്. ഞാനൊരു കുഞ്ഞു കിളിയായെങ്കിൽ സ്വർണ്ണച്ചിറകു വിരിച്ചിട്ടങ്ങനെ കാടിന് മുകളിൽ നാടിന് മുകളിൽ പാറി നടന്നേനെ. നീലവാനത്ത് കൂട്ടരോടൊന്നിച്ച് പാറിക്കളിക്കുവാൻ എന്ത് രസം, പുഞ്ചപ്പാടത്ത് കൂട്ടരോടൊന്നിച്ച് നെൽക്കതിർ തിന്നുവാൻ എന്ത് രസം. ചുവന്ന വാനത്ത് കൂട്ടരോടൊന്നിച്ച് പാറി പറക്കുവാൻ എന്ത് രസം, മാവിൻ ചില്ലയിൽ കൂട്ടരോടൊന്നിച്ച് ചേക്കേറുവാൻ എന്തു രസം. ഫസ്റ്റ് ടൈം എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ ഏതൊക്കെ പാഠഭാഗത്തും ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കും. അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്.